ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്തൃ രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഇന്ത്യ. നിക്ഷേപം എന്നതിലുപരി സാംസ്കാരികവും മതപരവുമായ ആചാരങ്ങളും ഇവിടുത്തെ സ്വർണത്തിന്റെ ആവശ്യകത വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ ആവശ്യങ്ങൾ നിറവേറ്റാൻ സ്വർണം വലിയ തോതിൽ നമ്മുടെ രാജ്യം ഇറക്കുമതി ചെയ്താണ് വരുന്നത്. എന്നാൽ ഇത്തരത്തിൽ വലിയ അളവിലുള്ള ഇറക്കുമതി അധികം വൈകാതെ തന്നെ ഫുൾ സ്റ്റോപ്പ് ഇടാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് രാജ്യം. ഞെട്ടണ്ട, അതായത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ വലിയ സ്വർണ്ണ നിക്ഷേപങ്ങൾ കണ്ടെത്തിയതാണ് ഈ പ്രതീക്ഷയ്ക്കുള്ള കാരണം. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അഥവാ GCAയുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വർണ്ണ നിക്ഷേപം ബീഹാറിലാണുള്ളത്. ഏകദേശം 222.88 ദശലക്ഷം ടൺ സ്വർണമാണ് ഇവിടെ ഉള്ളത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സ്വർണ്ണ നിക്ഷേപത്തിന്റെ കാര്യത്തിൽ രാജസ്ഥാനാണ് ബീഹാറിന് തൊട്ടു പിന്നിലുള്ളത്. ഏകദേശം 125.91 ദശലക്ഷം ടൺ സ്വർണമാണ് രാജസ്ഥാനിലുള്ളത്. കർണാടകയാണ് മൂന്നാം സ്ഥാനത്ത്, ഏകദേശം 103 ദശലക്ഷം ടൺ. സ്വർണ്ണ നിക്ഷേപം കൂടുതലായും ബീഹാറിലാണെങ്കിലും സ്വർണം ഖനനം ചെയ്യുന്നതിലും ഉൽപ്പാദിപ്പിക്കുന്നതിലും കർണാടകയാണ് മുന്നിൽ. ദീർഘകാലത്തെ ഖനന ചരിത്രം കർണാടകയ്ക്കുണ്ട്. പ്രത്യേകിച്ചും കോലാർ ഗോൾഡ് ഫീൽഡ്സ് പോലെയുള്ള സ്ഥലങ്ങൾ സ്വർണ്ണ ഉൽപ്പാദനത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ KGF ഖനനമൊന്നും നടക്കുന്നില്ലെങ്കിലും പ്രധാനമായിട്ടും ഹട്ടിയിലാണ് സ്വർണം ഖനനം ചെയ്യുന്നത്. കർണാടകയിലെ സ്വർണ്ണ ശേഖരം എളുപ്പത്തിൽ ഖനനം ചെയ്തെടുക്കാൻ കഴിയുന്നതുമാണ്. നിലവിലുള്ള ഖനന രീതികൾ ഉപയോഗിച്ച് താരതമ്യേന കുറഞ്ഞ ചെലവിൽ ഇവിടെ നിന്നും സ്വർണം വേർതിരിച്ചെടുക്കാൻ സാധിക്കും. മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടുതൽ സ്വർണ്ണ ശേഖരം കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലും ഇന്ത്യയുടെ സ്വർണ്ണ ഉൽപാദനത്തിൽ കർണാടകയ്ക്ക് ഇപ്പോഴും നിർണായകമായ സ്ഥാനമുണ്ട്. ബീഹാറിലെ സാഹചര്യത്തിലേക്ക് വന്നാൽ ഇവിടെ കണ്ടെത്തിയ സ്വർണം നിലവിലെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഖനനം ചെയ്യാൻ വളരെ ചിലവേറിയതും പ്രയാസമുള്ളതുമാണ്. ബീഹാറിലെ ഈ വലിയ സ്വർണ്ണ ശേഖരം സംസ്ഥാനത്തിന്റെ ഭാവി സാമ്പത്തിക സ്ഥിതിക്ക് വലിയ ഉത്തേജനം നൽകാൻ സാധ്യതയുണ്ടെങ്കിലും അത് ഖനനം ചെയ്യാനുള്ള സാങ്കേതിക പരിമിതികൾ പ്രധാനപ്പെട്ട വെല്ലുവിളികളായി തുടരുകയാണ്. ഒഡീഷയും സ്വർണ്ണ ഖനനത്തിൽ രാജ്യത്തിന് മുതൽക്കൂട്ടാകുമെന്നാണ് അടുത്തിടെയുള്ള കണ്ടെത്തലുകൾ. സുന്ദർഗന്ധ്, നബരംഗ്പൂർ, അങ്കുല്, കോരാപുട്ട്, ദിയോഗാറ്, പ്രത്യേകിച്ചും അഡാസ, രാംപള്ളി എന്നിവിടങ്ങളിലാണ് വലിയ സ്വർണ്ണ നിക്ഷേപങ്ങൾ കണ്ടെത്തിയത്. ഏകദേശം 20 ടണ്ണോളം സ്വർണമാണ് ഇവിടെ ഉള്ളത് എന്നാണ് വിലയിരുത്തൽ. നിലവിലെ വിപണി വില പ്രകാരം ഇതിലെ മൊത്തം മൂല്യം 20,000 കോടിയിലേറെ വരും. പ്രാഥമിക സർവേകൾ പ്രകാരം മൽക്കൻഗിരി, സബൽപൂർ, ബൗദ്ധ്, മയൂർഭഞ്ച് ജില്ലകളിലും സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിരുന്നു. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ഒഡീഷ മൈനിങ് കോർപ്പറേഷൻ എന്നിവയുമായി സഹകരിച്ച് ഡിയോഗഡിലെ സ്വർണ്ണ ഖനനം ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കായി ലേലം ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്താൻ ഒരുങ്ങുകയാണ്. ഇന്ത്യയുടെ ഔദ്യോഗിക സ്വർണ്ണ ശേഖരം സമീപ വർഷങ്ങളായി ഗണ്യമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 2025 രണ്ടാം പാദത്തിൽ രാജ്യത്തിന്റെ സ്വർണ്ണ കരുതൽ ശേഖരം 880 ടണ്ണായി ഉയർന്ന് പുതിയ റെക്കോർഡ് തൊട്ടു. ഏറ്റവും കൂടുതൽ സ്വർണ്ണ ശേഖരമുള്ള പട്ടികയിൽ നിലവിൽ 8ാം സ്ഥാനത്താണ് നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം. US ആണ് കരുതൽ ശേഖരത്തിൽ 1ാം സ്ഥാനത്തുള്ളത്. 2ാം സ്ഥാനത്ത് ജർമ്മനിയാണ്.